Penuel, Face of God. ആവേ മരിയ, ഹേൽ മേരി, മറിയമേ സ്തുതി. ആവേ മരിയ മീഡിയ അവതരിപ്പിക്കുന്ന പെനുവേൽ ഫേസ് ഓഫ് ഗോഡിന്റെ പ്രയാണം ഞങ്ങൾ ആരംഭിക്കട്ടെ. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ റാസൽ കൈമ സെന്റ് ആന്റണി ഓഫ് പാദ്വ കാത്തലിക് ചർച്ചിലെ മാതാവിന്റെ ഗ്രോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് പെനുവേലിന്റെ പ്രയാണം പ്രാർത്ഥനാപൂർവ്വം തുടങ്ങുന്നു. അന്നം തേടി അന്യനാട്ടിൽ അന്യരായി അലയുമ്പോൾ, ജീവിത ചുഴിയിൽ തകർന്നു വീഴുമ്പോൾ, സ്നേഹം തേടി സാന്ത്വനം തേടി അവർ ദേവാലയങ്ങളിലേക്കും പ്രാർത്ഥന കൂട്ടായ്മയിലേക്കും കടന്നു ചെല്ലുന്നു. ആ ദേവാലയങ്ങളിലൂടെയും ആ പ്രാർത്ഥന കൂട്ടായ്മയിലൂടെയും ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണ്. ആ പ്രാർത്ഥനയൊക്കെ നയിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെയും വചനപ്രഘോഷകരെയും പെനുവേൽ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ പ്രവാസിയായി കഴിയുന്ന കലാകാരന്മാരെയും കുരുന്നു പ്രതിഭകളെയും വിവിധ ക്രിസ്തീയ കലാരൂപങ്ങളെയും നിങ്ങൾക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. പെനുവേൽ ഫേസ് ഓഫ് ഗോഡ്. അതിലാദ്യമായി റാസൽ കൈമ സെന്റ് ആന്റണി ഓഫ് പാദ്വ കാത്തലിക് ചർച്ച് ഇടവക വികാരി റവറൻ ഫാദർ തോമസ് അമ്പാട്ടുവഴി നൽകുന്ന സന്ദേശം ശ്രവിക്കാം. Penuel, Face of God. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. യേശുവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, മെയ് മാസം അടക്കം നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാ മാസവും എല്ലാ വർഷവും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി ഈ മെയ് മാസത്തിൽ നമ്മളെല്ലാവരും ആ ജപമാല വഴിയായിട്ട് പ്രദർശിപ്പിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. പണ്ടൊക്കെ നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ മാതാവിന്റെ വണക്കവാസം വായിക്കാറുണ്ടായിരുന്നു. ഇന്ന് ആ പതിവില്ലെങ്കിൽ തന്നെയും ജപമാല എല്ലാ കുടുംബങ്ങളും തന്നെ ഈ മെയ് മാസത്തിൽ നമ്മൾ മുടങ്ങാതെ എത്തിക്കാറുണ്ട്. കുടുംബങ്ങളിൽ നിന്ന് മാത്രമല്ല, പള്ളികളിലും കപ്പകളിലും എല്ലാം വളരെ ആഘോഷമായിട്ട് മെയ് മാസം ആഘോഷിക്കാറുണ്ട്. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി സഭയിൽ വളരെയധികം പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആ അമ്മ ലൂർദിലും ഫാത്തിമയിലും എല്ലാം പ്രത്യക്ഷപ്പെട്ടു. വളരെയധികം ജനങ്ങൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഒന്നിച്ചു കൂടാറുണ്ട്, ആ അമ്മയോടുള്ള ഭക്തി പ്രദർശിപ്പിക്കാറുണ്ട്. നമ്മുടെ തന്നെ വേളാങ്കണ്ണി എടുത്തു നോക്കുക, എത്രയോ ആൾക്കാരാണ് അവിടെയൊക്കെ തടിച്ചു കൂടുന്നത്. ആ അമ്മയ്ക്ക് ഈ ഭാഗ്യം എവിടെ നിന്നുണ്ടായി, എങ്ങനെ കിട്ടി? സ്തോത്രഗീതത്തിൽ അമ്മ തന്നെ പറയുന്നുണ്ട്, ലോകം മുഴുവൻ എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കുമെന്ന്. ആ ഭാഗ്യവതി എന്ന് വിളിക്കുവാൻ കാരണം എന്താണ്? ദൈവം കൊടുത്ത ആ വാഗ്ദാനങ്ങൾ നിറവേറുമെന്ന് അമ്മ വിശ്വസിച്ചു. അതാണ് അതിന്റെ കാരണം. തിരുസഭയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, ആദിമകാലങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, അവിടെ ആ അമ്മയോടുള്ള ഭക്തി അന്ന് തന്നെ ആദ്യകാലങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതിന് തെളിവുകളുണ്ട്, പാരമ്പര്യമുണ്ട്. അപ്പസ്തോലന്മാരും അതുപോലെ ആ പുണ്യവാന്മാരും ഒക്കെ ആ അമ്മയുടെ ആ കബറിടത്തെങ്കിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന ഈ ജപമാല ഭക്തി സഭയിലേക്ക് കടന്നു വന്നത് 13-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഡൊമിനിക് വഴിയായിട്ടാണ്. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഈ ജപമാല ഭക്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ലൂർദിലും ഫാത്തിമയിലും ഒക്കെ പ്രത്യക്ഷപ്പെട്ട് ലോകത്തിന്റെ മാനസാന്തരത്തിനായിട്ടും പാപികളുടെ മാനസാന്തരത്തിനായിട്ടും ഒക്കെ ജപമാല ചെല്ലുക
പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധന്മാരുടെയൊക്കെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ ജപമാലയ്ക്കൊരു വലിയ സ്ഥാനമുള്ളതായിട്ട് നമ്മൾ കാണുവാൻ കഴിയും. ആ അമ്മ വഴിയായിട്ട് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ, അനുഗ്രഹങ്ങൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ലഭിക്കും എന്നുള്ള ആ വിശ്വാസം ക്രൈസ്തവ മക്കളിൽ എല്ലാവരിലുമുണ്ട്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ പണ്ടുണ്ടായിരുന്ന ആ ജപമാലയോടുള്ള അമ്മയോടുള്ള ഭക്തി ഇന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പണ്ടൊക്കെ സന്ധ്യയായാൽ ഉടനെ തന്നെ വിളക്ക് കത്തിച്ച് എല്ലാവരും മുട്ടുമേൽ നിന്നുകൊണ്ട് കൊന്ത ചെല്ലുമായിരുന്നു, ജപമാല എത്തിക്കുമായിരുന്നു. ഇന്ന് അതിന്റെയൊക്കെ സ്ഥാനം മറ്റുള്ള പലതും ഏറ്റെടുത്തിരിക്കുകയാണ്. റിയാലിറ്റി ഷോയുണ്ട്, സീരിയലുകളുണ്ട്, ക്രിക്കറ്റ് മാച്ചുകളുണ്ട്. ഇതിനെല്ലാമായിട്ട് ആൾക്കാർ ടിവിയുടെ മുമ്പിലാണ് അധികം സമയവും ചെലവഴിക്കുന്നത്. മാത്രവുമല്ല, അതൊക്കെ കഴിഞ്ഞ് വെറുതെ ഒരു പേരിനായിട്ട് ഒന്നോ രണ്ടോ രഹസ്യം ചൊല്ലി കൊന്ത ചൊല്ലിയൊന്നാക്കി, അല്ലെങ്കിൽ ചിലർ ഇനിയും ക്ഷീണമാണ് അല്ലെങ്കിൽ ഇന്ന് വേണ്ട എന്ന് കൊന്ത മാറ്റിവെക്കുന്ന കുടുംബങ്ങളുണ്ട്. യേശു തന്നെ തന്റെ അമ്മയെ നമുക്ക് നൽകിയത് എന്തിനാണ്? യോഹന്നാനോട് പറയുകയുണ്ടായല്ലോ, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അമ്മയെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയെന്നാണ് നമ്മൾ വായിക്കുന്നത്. അമ്മ സാന്ത്വനമാണ്. അമ്മയുടെ അരിയിലിരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം മറന്ന് അമ്മയുടെ സാന്നിധ്യത്തിൽ, അമ്മയുടെ സാമീപ്യത്തിൽ ആ സുരക്ഷിതത്വം കണ്ടെത്തുവാൻ കഴിയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും നമ്മൾ ഈ ജപമാല ഭക്തി, ഈ വണക്കം നമ്മൾ ആരംഭിക്കുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ആ അമ്മയോടുള്ള ഭക്തിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തുമാത്രം വളരുന്നുണ്ട് എന്ന് നമ്മൾക്കൊന്ന് ആലോചിക്കാം, ഒന്ന് ചിന്തിക്കാം. മാതാപിതാക്കന്മാർ മുൻകൈ എടുത്തുകൊണ്ട് കുഞ്ഞുങ്ങളെ ജപമാല ഭക്തിയിൽ വളരുവാൻ സഹായിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ കുറച്ചു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ഈ അനുഷ്ഠാനങ്ങളൊക്കെ പാടെ നിന്നു പോകുവാൻ പോലും സാധ്യതയുണ്ട്. ലോകസമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക, പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക, ആ അമ്മയോടുള്ള ഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നവർ, ജപമാല സ്ഥിരമായിട്ട് ചെല്ലുന്നവർ നിത്യരക്ഷയെപ്പറ്റി ഭയപ്പെടേണ്ട ആവശ്യം പോലുമില്ല എന്നാണ് പറയുന്നത്. ഈ മെയ് മാസത്തിൽ നമ്മൾക്ക് ആ പരിശുദ്ധ അമ്മയോടുള്ള ഈ ഭക്തിയിൽ കുറച്ചുകൂടി വളരുവാൻ ശ്രമിക്കാം. ഓരോ കുടുംബങ്ങളിലും ആ ജപമാല മുടങ്ങാതെ എല്ലാവരും ഒത്തുചേർന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം, ചൊല്ലാം. ഇന്ന് ഈ ജപമാല ഭക്തി നമ്മൾ ആരംഭിക്കുമ്പോൾ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ ജപമാല ഭക്തിയിൽ വളരുവാൻ ശ്രമിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. Penuel, Face of God.